ഒരിക്കൽ ശിവമണി ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ട് ഞങ്ങളെ കൂടെ കൊണ്ടുപോയി. ഊട്ടിയിലാണ് പ്രോഗ്രാമിൻ്റെ അന്ന് രാവിലെ ഞങ്ങളവിടെ എത്തി. റിഹേഴ്സൽ തുടങ്ങി. അപ്പോൾ അക്കാലത്ത് ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു ഹിന്ദി പാട്ട് ലതിക പാടണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാസറ്റ് ലതിക ഏൽപ്പിച്ചു. അപ്പം ഈ പാട്ട് പാടണം എന്ന് ശിവമണി നിർബന്ധിക്കാനൊരു കാരണമുണ്ട്. ഈ റിഥം ഇൻസ്ട്രുമെൻസിൻ്റെ കൂട്ടത്തിൽ റോട്ടോഡ്രംസ് എന്ന് പറഞ്ഞൊരു വാദ്യം അക്കാലത്ത് പുതിയതായി രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശിവമണിയുടെ കയ്യിൽ ഈ സാധനം എത്തിക്കഴിഞ്ഞു. ഓരോ റൗണ്ടാണ്, പക്ഷെ ഒരു ചെറുത്, ഇതിനേക്കാൾ വലുത്, അതിനേക്കാൾ വലുത്, അങ്ങനെ ഈ റൗണ്ട് വരുമ്പോഴത്തേക്ക് ഒരു 8 10 ഉണ്ടാവും. ഇങ്ങനെ ചെറുത്, അതിൽ വലുത്, അതിൽ വലുത്, അതിൽ അങ്ങനെ ഏറ്റവും വലുത്. ഇതാണ് റോട്ടോഡ്രം. ഇങ്ങനെ ചുറ്റിയിരിക്കും. എന്നിട്ട് ഇതിനകത്താണ് ഈ സ്റ്റിക്ക് വെച്ച് വായിക്കുന്നത്. അപ്പോൾ റോട്ടോഡ്രമിന് പ്രാധാന്യമുള്ള ഒരു ഹിന്ദി പാട്ട് അന്ന് ഭയങ്കര ഹിറ്റാണ്. ഏത് പാട്ടാന്ന് പറയാം? ലൈല ഓ ലൈല എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ്. ലൈല ഓ ലൈ, അങ്ങനെ പോകുന്നത് എനിക്ക് പാടാൻ വയ്യ. ഈ പാട്ടിൻ്റെ ഒടുവിൽ രണ്ടാമത്തെ ചരണം പാടുന്നതിന് മുമ്പ് റോട്ടോഡ്രംസ് തനിയെ വായിക്കുന്ന ഒരു സ്ഥലമുണ്ട്. പാട്ടിൽ അത് വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ശിവമണി ആ സമയത്ത് ശിവമണിയുടെ സർവ്വ സമ്പ്രദായം ഒരു 2 മിനിറ്റ് ഈ റോട്ടോഡ്രംസിലങ്ങോട്ട്, അതൊരു വലിയ വിരുന്നാണ് കേൾവിക്കാരന്. അത്ര ഗംഭീരമായിട്ടാണ് മണി അത് റിഹേഴ്സലിനത് ചെയ്തത്. ആ റോട്ടോഡ്രംസ് വായിച്ച് നിർത്തുന്ന സ്ഥലത്തുനിന്ന് രണ്ടാമത്തെ ചരണം പാടണം. ഇതാണ് വ്യവസ്ഥ. അങ്ങനെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് കൃത്യമായി സ്റ്റേജിൽ ഈ പാട്ട് വന്നപ്പോൾ രണ്ടാമത്തെ ചരണത്തിന് മുമ്പ് റോട്ടോഡ്രംസ് വായിക്കേണ്ടുന്ന സ്ഥലത്ത് അതിൻ്റെ സ്ഥലം വിടാതെ ലതിക പാട്ടങ്ങ് തുടങ്ങി. രണ്ടാമത്തെ ചരണം. അപ്പോൾ മണി ഇങ്ങനെ സ്തംഭിച്ച്, ആ ചാൻസ് അങ്ങ് പോയി, അത് വായിക്കേണ്ട സ്ഥലം പോയി, പാട്ടിലേക്ക് കടന്നു. ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കോ. ഈ മണിയുടെ ഈ ശിവമണി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന കണ്ടിട്ട് ബാക്കിയുള്ള കീബോർഡ് ഇവരെല്ലാം നോക്കി ചിരിക്കുകയാണ്. ഇവൻ ഇത്ര പാടുപെട്ട് ലതിയെ കൊണ്ട് പഠിപ്പിച്ച് റിഹേഴ്സലെടുത്തിട്ട് അവസാനം വെറുതെ ആയല്ലോ എന്നുള്ള ചിരി. പക്ഷേ ശിവമണി വിട്ടില്ല. ലതിക ആ ചരണം പാടിത്തീർന്ന ഉടനെ ശിവമണി വായിക്കാൻ തുടങ്ങി. ആ പാട്ടിനോട് ചേർത്ത് ഈ മിസ്സായത് മുഴുവനും വായിച്ചു തീർത്തു. ക്ലാപ്സോട് ക്ലാപ്സ്. ജനങ്ങളങ്ങനെ, അതൊരു വലിയ അനുഭവം. മണിയെ മറക്കാനൊക്കാത്തൊരു വലിയ സംഭവമാണ്. ഇങ്ങനെ ഇരിക്കുന്ന കാലത്താണ് തമിഴിലെ ഏറ്റവും പ്രശസ്തനായ വലിയ ഗായകൻ മലേഷ്യ വാസുദേവൻ. അദ്ദേഹം തമിഴിൽ ഒരുപാട് പാട്ട്, SPB കഴിഞ്ഞാൽ പിന്നത്തെ നിരയിലെ വലിയ ഒരു ഗായകൻ. മലേഷ്യ വാസുദേവൻ മലയാളിയാണെന്ന് പലർക്കും അറിയില്ല. അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ പേരൻസ് വളരെ പണ്ട് തൊഴിലന്വേഷിച്ച് മലേഷ്യയിൽ പോയി സെറ്റ് ചെയ്ത ഒരു കണ്ണൂരാണ് അദ്ദേഹത്തിൻ്റെ തറവാടും ജന്മസ്ഥലമൊക്കെ. മലയാളം സംസാരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പങ്കെടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു സിലോൺ ശ്രീലങ്ക ട്രിപ്പ്, ശ്രീലങ്കയിലൊരു 6-7 പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ എല്ലാവരും മീനമ്പാക്ക എയർപോർട്ടിൽ നിന്ന് ഫുൾ ടീം ശ്രീലങ്കയിൽ പോയി. അവിടെ 3-4 സ്ഥലമേ ഉള്ളൂ പ്രധാനപ്പെട്ട സ്ഥലം. കൊളംബോ, ജാഫന, കാണ്ടി, അങ്ങനെ കുറച്ച് സ്ഥലം. അങ്ങനെ ഒരു 3-4 പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അന്ന് പ്രോഗ്രാം ഇല്ല. അപ്പോൾ ആ സ്ഥലത്തെ ഒരു മാന്യൻ വാസുവണ്ണനെയും ഞങ്ങളെല്ലാവരും കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിരുന്നിന് ക്ഷണിച്ചു. അത്താഴ വിരുന്ന്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് പോയി. അപ്പോൾ ഇതിൽ മദ്യം കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ കുറേശ്ശെ ആകാം എന്നൊരു സംവിധാനവും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ശിവമണിക്ക് ചില നിഷ്ഠകളൊക്കെ ഉണ്ട്. മദ്യം കഴിക്കും വല്ലപ്പോഴും, പക്ഷെ മദ്യം കഴിച്ചാൽ പിന്നെ ഇൻസ്ട്രുമെൻറ്റിലൊന്നും തൊടില്ല. അതിങ്ങനെ സരസ്വതിയെ പോലെ ഭവ്യം, വളരെ ബഹുമാനപൂർവ്വം വയ്ക്കുന്ന അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്.
നമ്മൾ മദ്യം കഴിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുകൂടെ ഒരു അനൗൺസ്മെൻറ്റ്, ഒരു കാറിൽ അങ്ങനെ മൈക്ക് അനൗൺസ്മെൻറ്റ്, മലേഷ്യ വാസുദേവൻ്റെ സംഗീത പ്രോഗ്രാം ഉടൻ ആരംഭിക്കുന്നതാണ്. എല്ലാവരും ഞെട്ടി. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നതാണ്, ഈ പ്രോഗ്രാം ഉണ്ടെന്ന് അനൗൺസ് ചെയ്യുന്നല്ലോ, എന്താ ഇത്? അപ്പോൾ എല്ലാവരും എന്നാണ് പ്രോഗ്രാംറാങ്ക. അപ്പോൾ ഞങ്ങൾ പതിവായി ഉപയോഗിക്കുന്ന ഒരു ബസ്സുണ്ട് ത്രൂ ഔട്ട് പ്രോഗ്രാമിന്. ആ ബസ്സിൽ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് മുഴുവൻ ഇരിപ്പുണ്ട്. ഈ നമ്മളെ വിളിച്ച ആതിഥേയൻ പറഞ്ഞു, ഇല്ല, ജനങ്ങളുടെ ഒരു ആഗ്രഹമല്ലേ, എന്തായാലും നിങ്ങൾ ഇവിടെ വരെ വന്നില്ലേ, ഒരു 2 പാട്ട് പാടിയിട്ട് അതെങ്ങനെ പറ്റും? പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം അത് സെറ്റ് ചെയ്യണം. അതിനല്ലോ അത് പറ്റത്തില്ല. ഭക്ഷണം കഴിച്ചു, ചിലർ മദ്യം കഴിച്ചു, പറ്റില്ല, സോറി. ഇൻസ്ട്രുമെൻറ്റ് പ്ലേയേഴ്സ് ആരും തയ്യാറല്ല. അപ്പോൾ ഈ വിളിച്ച ആൾ വളരെ സ്നേഹത്തോടെ ഒരു പുഞ്ചിരിച്ചിട്ട് മലേഷ്യ വാസിനകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി. അകത്ത് പോയിട്ട് പെട്ടെന്ന് മലേഷ്യ വാസവും പുറത്ത് വന്നിട്ട്, ഡേയ് എല്ലാം എടുത്ത് സെറ്റ് ചെയ്യടാ, പ്രോഗ്രാം ചെയ്യണം. എന്താണ് അങ്ങനെ, നമ്മളിങ്ങനെയൊക്കെ അല്ലേ, ഒന്നും മിണ്ടരുത്, വേഗം സെറ്റ് ചെയ്യ്, ഒരു 5 പാട്ട് പാടിയിട്ട് പോവാം. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഭ്രാന്തിയൊക്കെ കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാവാതെ എല്ലാവരും പോയി പെട്ടെന്ന് സ്റ്റേജിൽ സെറ്റ് ചെയ്ത് ഒരു 5 പാട്ട് പാടിക്കാണും. 5 പാട്ട് പാടി 5ാമത്തെ പാട്ട് അവൻ്റെ പാടുമ്പോൾ സദസ്സിനിടയിൽ നിന്ന് ഒരു കല്ല് വന്ന് സ്റ്റേജിൽ വീണു. അത് നമുക്ക് വളരെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പ്രതികരണമായിരുന്നു. നല്ലപോലെ പ്രോഗ്രാം നടക്കുമ്പോൾ ഒരു കല്ല് വരിക എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ പ്രോഗ്രാം നടത്തിപ്പുകാരനോടുള്ള പ്രതിഷേധം ജനം അറിയിച്ചതാണ്. ഞങ്ങൾ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്ത് വണ്ടിയിൽ സാധനമെല്ലാം കയറ്റി. അപ്പോൾ ഈ സാധനം സെറ്റ് ചെയ്യാൻ നേരത്ത് ശിവമണി അല്പം മദ്യപിച്ചു എന്നുള്ള കാരണം കൊണ്ട് ശിവമണി സ്റ്റേജിൽ തൻ്റെ ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്യാൻ തയ്യാറായില്ല. അത് വേറൊരു പയ്യനോട് പറഞ്ഞു, നീ സെറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങനെ തലവഴിയൊക്കെ ഇങ്ങനെ തളിച്ച് മുഖത്തൊക്കെ തെളിച്ച് മന്നിച്ചിറങ്ങ കടവുളിയെ മന്നിച്ചിറങ്ങ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെയാണ് പിന്നെ പോയി വായിച്ചത്. ഒരു 4 പാട്ടേ ഉള്ളൂ. 5ാമത്തെ പാട്ടിന് കല്ല് വീണത് അവിടെ എല്ലാം മതിയാക്കി വണ്ടി കയറി നമ്മൾ പുറപ്പെട്ടു. അപ്പോഴും എല്ലാവരുടെയും മനസ്സിലൊരു സംശയം കിടപ്പുണ്ട്, എന്തുകൊണ്ട് വാസുകണ്ണൻ പെട്ടെന്ന് വന്ന് പ്രോഗ്രാം നടത്താൻ പറഞ്ഞു. അപ്പോഴാണ് വാസുകണ്ണൻ രഹസ്യം പൊട്ടിച്ചത്. ആതിഥേയൻ വാസുകണ്ണനെ അകത്ത് വിളിച്ചുകൊണ്ടിട്ട് ഒരു തോക്കെടുത്ത് ചൂണ്ടി, പാടപ്പോറിയ ഇല്ല, ഒറ്റ ചോദ്യം, ശരി പാടാം. ഇതാണ് സംഭവം. തോക്കിൻ്റെ മുനയിൽ നിർത്തിയിട്ടാണ് അന്ന് ആ പ്രോഗ്രാം ഇവിടെ നടത്തിയത്. അപ്പോൾ ഈ LTTയുടെ അതിപ്രസരം ശ്രീലങ്കയിൽ ഇങ്ങനെ പല പോക്കറ്റുകളിലും ഉണ്ട്. ഇപ്പോൾ മിക്ക ആളുകളിലും തോക്കൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനൊരു ദുരനുഭവം ഈ കൂട്ടത്തിലുണ്ട്. അണ്ണാദുരൈ എന്ന നേതാവിൻ്റെ ഇടം കൈയും വലം കൈയുമായിരുന്നു കരുണാനിധിയും MGRഉം. പക്ഷെ പിന്നീടൊരു സാഹചര്യത്തിൽ അവർ വേർപിരിയേണ്ടി വന്നു. വേർപിരിയേണ്ടി വന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ MGRനെ പാർട്ടിയിൽ നിന്ന് കരുണാനിധി പുറത്താക്കി. ഒരു രാത്രി കൊണ്ട് അദ്ദേഹം പുതിയ രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ചു. എങ്ങനെ? തമിഴ്നാട്ടിൽ ഉടനീളം ഈ രസികർ മன்றങ്ങൾ എന്ന് പറഞ്ഞാൽ ഫാൻസ് ക്ലബ്ബ്, MGR ഫാൻസ് ക്ലബ്ബ് തമിഴ്നാട് മുഴുവനുണ്ട്. സർവ്വ ചെറുപ്പക്കാരും അതിലെ അംഗങ്ങളാണ്. ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹം അവരെല്ലാം പാർട്ടി പ്രവർത്തകരും ഈ ഫാൻസ് ക്ലബ്ബുകളെല്ലാം പാർട്ടി ഓഫീസുകളുമായി മാറ്റി. അടുത്ത ദിവസം AIADMK എന്ന പാർട്ടി രൂപീകരിച്ചു. അതിൻ്റെ പ്രാരംഭ രൂപം ADMK മാത്രമേ ഉള്ളൂ, അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം. പിന്നെ അത് ഭാരതീയ ഒരു ഇന്ത്യൻ സ്പാനിലെടുത്തപ്പോഴാണ് ആൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ അങ്ങനെ ആക്കിയത്. ഇതോടുകൂടി രാഷ്ട്രീയം മൊത്തം കലങ്ങി മറിഞ്ഞു. ഭയങ്കര പ്രക്ഷുബ്ധമായൊരു അന്തരീക്ഷം.
അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർവ്വ സീറ്റും MGR തൂത്തുവാരി. പിന്നെ തുടർച്ചയായി ഒരു 13-14 വർഷം കരുണാനിധിയുടെ മേൽവിലാസം കേൾക്കാനില്ലായിരുന്നു. അത്ര പവർഫുള്ളായിരുന്നു MGR. എനിക്ക് MGRനെ അടുത്ത് കാണാനൊരു അവസരം കിട്ടിയത് കോടമ്പാകത്തുനിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഗിണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇപ്പോൾ അത് വളരെ വലിയ വിപുലമായ ഓവർ ബ്രിഡ്ജൊക്കെ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട്. പണ്ട് അവിടെ ഒരു നെഹ്റു സ്റ്റാച്യു ഉണ്ട്. നെഹ്റു ഒരു പ്രാവിനെ കൊണ്ട് നിൽക്കുന്നൊരു സ്റ്റാച്യു ഉണ്ട്. അതിന് ചുറ്റിയാണ് എല്ലാ ദിക്കിലേക്കും വണ്ടികൾ പോകുന്നത്. ട്രാഫിക് പോലീസും ഒക്കെ ഉണ്ട്. ഞാൻ അവിടെ നിന്ന് ഏതോ കാര്യം കഴിഞ്ഞിട്ട് ഈ സ്റ്റാച്യുവിൻ്റെ മുമ്പിലെത്തി. ഇനി അങ്ങോട്ട് കടന്നാൽ മതി ഒരു സ്കൂട്ടറിൽ. പെട്ടെന്ന് പോലീസ് എന്നെ കൈ കാണിച്ച് നിർത്തി. അപ്പോൾ പുറകെ വന്ന വണ്ടികളെല്ലാം വരിയായിട്ട് നിന്നു. ഞാൻ മുമ്പിലാണ്. എന്തിനാണെന്നറിയില്ല. അങ്ങനെ നിൽക്കുമ്പോൾ എതിർ ദിശയിൽ എതിർഭാഗത്തുനിന്ന് സൈറണൊക്കെ മുഴക്കി കുറേ വണ്ടികളിങ്ങനെ പാഞ്ഞു വരുന്നു. വണ്ടികൾ പാഞ്ഞു വരുന്ന കൂട്ടത്തിൽ ചീഫ് മിനിസ്റ്റർ MGRൻ്റെ കാറുമുണ്ട്. അദ്ദേഹം എയർപോർട്ടിലേക്ക് പോവുകയാണ്. മുമ്പേ വന്ന എസ്കോർട്ട് കാറുകളെല്ലാം ആ സ്പോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ അവിടെ എന്തോ ഒരു പ്രതിബന്ധം ഉണ്ടായി. റോഡിൽ പെട്ടെന്ന് ബ്ലോക്കായി വണ്ടിയെല്ലാം സഡൻ ബ്രേക്ക് അടിച്ച് നിന്നു. ഞാനിവിടെ സ്കൂട്ടറിലിരിക്കുമ്പോൾ എൻ്റെ തൊട്ട് മുമ്പിൽ MGRൻ്റെ കാറാണ്. അദ്ദേഹം പിന്നിൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ഒരു ഇരിപ്പുണ്ട്. കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കി. അപ്പോൾ എന്നെയാണ് ആദ്യം കാണുന്നത്. മുമ്പ് നിൽക്കുകയല്ലേ. അദ്ദേഹം കൈ കാണിച്ചു, ഒന്ന് ചിരിച്ചു. ഒരു 2-3 മിനിറ്റ് കൊണ്ട് റോഡ് ക്ലിയർ ചെയ്തു. അദ്ദേഹം പാഞ്ഞു പോവുകയും ചെയ്തു. നമ്മുടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരത്തില്ലേ, കിഴക്കിങ്ങനെ ഉദിച്ചു വരുമ്പോഴുള്ള ഒരു പ്രഭയുണ്ടല്ലോ, എന്താ നിറം, എന്താ ഒരു പ്രസരിപ്പ്, അയ്യോ തൊഴുതു പോവും. അത്ര ഗംഭീരമായ ഐശ്വര്യമാണ് കളറും. ഇത് മനസ്സിൽ നിന്ന് മായുകയില്ല ആ ഒരു കാഴ്ച. ലതിക മ്യൂസിക് കോളേജിൽ എക്സാം കഴിഞ്ഞ് ഫസ്റ്റ് റാങ്ക് വാങ്ങിയ സമയത്ത് ഫസ്റ്റ് റാങ്ക് ഹോൾഡറിന് ഗോൾഡ് മെഡലും സർട്ടിഫിക്കറ്റും സമ്മാനിക്കുന്ന ഒരു ചടങ്ങ് കോളേജ് അധികാരികൾ അവിടെ സെറ്റ് ചെയ്തു. പ്രോഗ്രാമിൻ്റെ ഏകദേശം 2 മണിക്കൂർ മുമ്പേ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് ഒരു സന്ദേശം വന്നു. ഈ ചടങ്ങിന് MGR പങ്കെടുക്കുന്നു. അപ്പോഴത്തേക്ക് അവിടെ ആരോ വേറെ ഒരാളെ വെച്ചിരുന്നതാണ്. അതോടെ ആകെപ്പാടെ ആളുകളെല്ലാം ആകാംക്ഷാഭരിതരായി വല്ലാത്ത. അപ്പോഴത്തേക്ക് പെട്ടെന്ന് പോലീസൊക്കെ വന്ന് സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം നോക്കി കൃത്യസമയത്ത് MGR ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ ഓഡിയൻസിൻ്റെ നടുവിലൂടെ നടന്നു വേണം അദ്ദേഹം മറുഭാഗത്തുള്ള സ്റ്റേജിലേക്ക് കയറാൻ. അപ്പോൾ പോലീസ് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തു, അദ്ദേഹം നടന്നു വരുമ്പം ഇരിക്കുന്നവരാരും എഴുന്നേൽക്കരുത്, അത് സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ടാക്കും, നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കണം, അനങ്ങാൻ പാടില്ല. അദ്ദേഹം മെല്ലെ നടന്ന് സ്റ്റേജിൽ വന്നിരിക്കും, ഒരാൾ അനങ്ങാൻ പാടില്ല എന്നൊരു കർശന നിർദ്ദേശം. സമയമായി അദ്ദേഹം ഹാളിലേക്ക് പ്രവേശിച്ചതും സർവ്വ ആളുകളും അങ്ങ് എഴുന്നേറ്റ് തൊഴുതുകൊണ്ട് നിൽക്കുക. ഒരു സെക്യൂരിറ്റി പ്രശ്നമില്ല. അദ്ദേഹം അങ്ങനെ എല്ലാവരെയും നോക്കി കൈ കാണിച്ച് പോയി വേദിയിലിരുന്നു. ലതിക ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയതുകൊണ്ട് ഈ മുൻനിരയിലെ സീറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. ഞാനും ലതിക അവിടെ ആയിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ അടുത്ത് 2 മണിക്കൂറുകളോളം എനിക്ക് നോക്കിയിരിക്കാൻ കഴിഞ്ഞു.
ആ ചടങ്ങ് തീരുന്നവരെ അദ്ദേഹം ഇരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണ് അദ്ദേഹം വന്നത് എന്ന വിവരം പിന്നീട് അറിഞ്ഞത്. പലതവണ ഇദ്ദേഹത്തെ ഈ ഫംഗ്ഷനൊക്കെ ഈ കോളേജിൽ വിളിച്ചിട്ടുണ്ട്. അന്നൊന്നും അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. ഇത്തവണ അവരറിയിച്ചില്ല. പക്ഷേ ആ ഫംഗ്ഷൻ നടക്കുന്ന സമയം അറിഞ്ഞിട്ട് അദ്ദേഹം ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് സ്വമേധയാ പങ്കെടുക്കുകയായിരുന്നു. അപ്പോൾ ലതികയ്ക്ക് ഗോൾഡ് മെഡൽ, അത് കഴിഞ്ഞൊരു സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇതൊരു അപൂർവ സന്ദർഭമാണ്. ഇന്നത്തെ കണക്ക് ഫോട്ടോഗ്രാഫിക്കുള്ള ഒരു സാധ്യതയും അന്നില്ല. നമ്മൾക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഏതെങ്കിലും സ്റ്റുഡിയോയിൽ ഒരു ക്യാമറമാനെ നേരത്തെ അറേഞ്ച് ചെയ്ത് അയാളെ കൊണ്ടുവന്ന് സ്നാപ്പ് എടുത്ത് പിന്നെ അതൊക്കെ വാഷ് ചെയ്ത് അതൊക്കെയാണ് അന്നത്തെ സമ്പ്രദായം. എന്തായാലും ഞാൻ ആ കോളേജിൻ്റെ അടുത്തുള്ള ഒരു സ്റ്റുഡിയോയിൽ പോയി ഇങ്ങനെ ഒരാളെ ഏർപ്പാട് ചെയ്തു, വന്നൊന്ന് ഫോട്ടോ എടുത്ത് തരണേ, വരാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ചടങ്ങ് നീണ്ടുപോയി. ഈ ഗോൾഡ് മെഡലും സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുന്നത് ഏറ്റവും ഒടുവിലായിരുന്നു. ഈ ഫോട്ടോഗ്രാഫർക്ക് അത്ര സമയം കാത്തു നിൽക്കാൻ സമയമില്ല. അയാൾക്ക് മറ്റെന്തോ പരിപാടിക്ക് പോകണം പറഞ്ഞു. അയാൾ എന്നോട് പറയാതെ പൊക്കളഞ്ഞു. എൻ്റെ നിരാശ എന്ന് പറഞ്ഞു. കാര്യം ഇങ്ങനൊരു സന്ദർഭം ഇനി എപ്പോൾ കിട്ടാൻ, എവിടെ കിട്ടാൻ, ഭയങ്കര വിഷമം. ആ ചടങ്ങിൽ നമുക്ക് അനുഭവിക്കാനുണ്ടായ എല്ലാ സന്തോഷവും ഈ ഒറ്റ കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു. പക്ഷേ അടുത്ത ദിവസം ദിനതന്തി പത്രം, ഞാൻ അന്ന് തമിഴ് പഠിക്കാനും തമിഴിൽ കൂടുതൽ പരിചയപ്പെടാൻ വേണ്ടി ദിനതന്തി പത്രം വീട്ടിൽ വരുത്തും. രാവിലെ പത്രം നോക്കുമ്പം ഫ്രണ്ട് പേജിലെ ലീഡ് പിക്ചർ MGR ലതികയ്ക്ക് ഗോൾഡ് മെഡൽ കൊടുക്കുന്ന ചിത്രമാണ്. എൻ്റെ അത്ഭുതം കൊണ്ട് ഞാനിങ്ങനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അതായത് ദിനത്തന്തിയിലെ റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറും വന്ന് ഈ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളിനെ ക്ലിക്ക് ചെയ്ത് അതാണ് അവർ പത്രത്തിൽ കൊടുത്തത്. ഞാൻ പോയി ദിനതന്തി ഓഫീസിൽ പോയി അതിൻ്റെ എഡിറ്ററെ കണ്ട് ഞാൻ പറയുക, എൻ്റെ സഹോദരിയാണ്, എനിക്ക് ആ പടം ഒരു കോപ്പി കിട്ടണം, എനിക്ക് വേറെ ഒരു വഴിയില്ല, ഞാൻ ഇങ്ങനെ ഏർപ്പാട് ചെയ്തത് നടന്നില്ല. അപ്പോൾ ആ എഡിറ്റർ വളരെ ദയയുള്ള മനുഷ്യനായിരുന്നു. ആ നെഗറ്റീവ് എൻ്റെ കയ്യിൽ തന്നു. ആവശ്യമുള്ള ഫോട്ടോ എടുത്തിട്ട് ഈ നെഗറ്റീവ് ഇനി തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ പോയി കുറേ കോപ്പി എടുത്ത് ആ നെഗറ്റീവ് അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. ആ ഫോട്ടോ ഞാൻ ഇന്നും വളരെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു സന്തോഷത്തിൻ്റെ മേളിലൊരു ബോണസ് കിട്ടിയൊരു കഥ പറയാം. തമാശ. മറ്റൊരു പെൺകുട്ടിക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പം ഫോട്ടോ എടുക്കാൻ ആ കുട്ടിയുടെ വേണ്ടപ്പെട്ടവർ ഒരു ഫോട്ടോഗ്രാഫറെ ഏർപ്പാട് ചെയ്തിരുന്നു. അയാളവിടെ ഉണ്ട്. ഇയാൾക്ക് ആൾ തെറ്റി. അയാളെടുത്തതും ലതികയ്ക്ക് സമ്മാനം കൊടുക്കുന്ന ഫോട്ടോയാണ് അയാളെടുത്തത്. എന്നിട്ട് പ്രിൻ്റ് കൊണ്ട് ആ വീട്ടിൽ കൊടുത്തപ്പോൾ ഇതല്ല ആളെന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ കളർ ഫോട്ടോ ആയിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് കളർ ഫോട്ടോ വളരെ ദുർലഭമാണ്. മറ്റൊരു അവസരത്തിൽ ഒരാൾ, സാർ நீங்கள் லதிகாவோட பிரதர் தானே? ஆமாம் சார். இதோ இந்த ஃபோட்டோ பாருங்க, லதிகா தானே? ஆமாம். ഇത് തെറ്റി പോയി വേറെ ആളിന് വേണ്ടി എടുത്ത പടം, അത് ലതികയായിപ്പോയി. ഇന്ന ഫോട്ടോ നിങ്ങൾ വെച്ചിക്കോങ്ക. അങ്ങനെ ആ ഫോട്ടോയും കിട്ടി. അങ്ങനെ ഒരു കളർ ഫോട്ടോയും കിട്ടി, ബ്ലാക്ക് ആൻഡ് വൈറ്റും കിട്ടി. അങ്ങനെ MGRൻ്റെ ആ സാന്നിധ്യത്തിലുള്ള ആ പടം നമ്മുടെ ലതികയുടെ ജീവിതത്തിലെ ഈ കരിയറിൻ്റെയൊക്കെ വളരെ പ്രധാനപ്പെട്ടൊരു ഘട്ടമാണത്. ഇനി ഒരു അവസരം കൂടെ MGRനെ കാണാൻ ഭാഗ്യമുണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ, ദാസേട്ടൻ ഒരു ദിവസം ഫോൺ ചെയ്ത് പറഞ്ഞ് ഒരു തമിഴ് ഗാനമേളയുണ്ട്, കുറച്ച് തമിഴ് പാട്ട് റെഡിയാക്കി പ്രോഗ്രാമിന് പങ്കെടുക്കണം മദ്രാസിൽ. ശരി, അങ്ങനെ പാട്ടെല്ലാം റെഡിയാക്കി. അപ്പോൾ ലതിക തമിഴ് പ്രോഗ്രാമിന് പതിവായി പാടിക്കൊണ്ടിരിക്കുന്നതുണ്ട്. അതൊരു ബുദ്ധിമുട്ടല്ലായിരുന്നു. ദാസേട്ടനുമായിട്ട് പാടാവുന്ന പാട്ടുകൾ മാത്രം തിരഞ്ഞെടുത്ത് പ്രോഗ്രാമിന് ചെന്നപ്പോഴാണ് പ്രോഗ്രാമിൻ്റെ പ്രൗഢി ഞാൻ കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ, അക്കാലത്ത് ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ അധോലോക നായകൻ ഒരു തമിഴനാണ്, വരദരാജ മുതലിയാർ. ബോംബെയിലെ ഒന്നാമത്തെ അധോലോക നായകനാണ് വരദരാജ മുതലിയാർ. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹ സൽക്കാരമാണ് ചടങ്ങ്. ഈ വരദരാജ മുതലിയാരുടെ
പ്രൗഢിയും അദ്ദേഹത്തിൻ്റെ ചെയ്തികളും എല്ലാം കൂടെ സമാഹരിച്ചാണ് തമിഴിൽ കമലഹാസൻ അഭിനയിച്ചത് നായകൻ എന്ന് പറഞ്ഞൊരു സിനിമ. മണിരത്നം സംവിധാനിച്ചിട്ടുണ്ട്. വലിയ ഹിറ്റ് പടമായിരുന്നു. വരദരാജ മുതലിയാരുടെ സ്റ്റോറിയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് അവർ അടർത്തിയെടുത്ത് ആ പടം. അപ്പോൾ മുതലിയാറോടുണ്ട് വെറും ഒരു സാധാരണ മുണ്ടും ഒരു അരക്ക് ഷർട്ടും ഇട്ട് ഒരു വളരെ സാധാരണമായ ഒരു വേഷമൊക്കെ ഇട്ട് അവിടെ ഇരിപ്പുണ്ട്. ഇനി പ്രോഗ്രാം യേശുദാസ് ലതിക. അപ്പോൾ വരദരാജ മുതലിയാർക്ക് തമിഴ്നാട്ടിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ വിവാഹ സൽക്കാര ചടങ്ങിൽ ഒതുങ്ങുന്നതല്ല. അത്രയധികം ആരാധകരും സുഹൃത്തുക്കളും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുമെന്നറിയാമോ? പല ദിവസങ്ങളിലായി 10 സൽക്കാരം നടത്തി. സിറ്റിയുടെ പല ഭാഗങ്ങളായിട്ട് 10 വിവാഹ സൽക്കാരം നടത്തി. അതിൽ 3-4 പ്രോഗ്രാമിന് ലതിക പാടിയിട്ടുണ്ട്, പല ഗായകരുടെ കൂടെ. ഏറ്റവും ഒടുവിലത്തെ പ്രോഗ്രാമാണ് യേശുദാസും ലതികയും കൂടെ പാടുന്ന ഈ പ്രോഗ്രാം. അന്ന് സമാപനമാണ്. മുമ്പിൽ വേദിയിലിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്നറിയാം? MGR, തൊട്ടടുത്ത് ശിവാജി ഗണേശൻ, പുറവത്തെ നിരയിൽ 2ാം നിരയിൽ രജനീകാന്ത്, കമലഹാസൻ, ഇങ്ങനെ തമിഴിലെ എല്ലാ താരങ്ങളും നിശബ്ദരായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇങ്ങനൊരു പ്രൗഢഗംഭീരമായൊരു സദസ്സ് ഞാൻ കണ്ടിട്ടില്ല. പാട്ടൊക്കെ വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. നല്ല പ്രോഗ്രാമായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ദാസേട്ടൻ്റെ വണ്ടിയിലാണ് ഞാനും ലതികയും കൂടെ തിരിച്ചു പോയത്. അപ്പോൾ ദാസേട്ടൻ പറഞ്ഞു, MGR വിളിച്ചിരുന്നു പകല്, റിസപ്ഷന് ഞാൻ വരും, റിസപ്ഷനിൽ പങ്കെടുക്കുകയല്ല എൻ്റെ ഉദ്ദേശം, നിൻ്റെ കുറച്ച് പാട്ട് കേൾക്കണം, അതിനു വേണ്ടി ഞാൻ വരുമെന്ന് പറഞ്ഞു. ദാസേട്ടൻ എന്തൊരു സന്തോഷത്തോടെ പറഞ്ഞതെന്നറിയാം. MGRന് അദ്ദേഹത്തിൻ്റെ പാട്ട് വളരെ ഇഷ്ടമായിരുന്നു. MGRൻ്റെ അവസാനകാല ചിത്രങ്ങളൊക്കെ ദാസേട്ടൻ പാടിയിട്ടുണ്ടല്ലോ. ഗുണസിംഗ് ഒരു പുല്ലാങ്കുഴൽ വിദഗ്ധനാണ്. നമ്മളുടെ മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ വസന്തകാലം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ആ കാലഘട്ടത്തിലെ പാട്ടുകൾ എടുക്കുക, അതിലെ പുല്ലാങ്കുഴൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു പോകും. അത്ര മധുര മനോഹരമാണ് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ. അദ്ദേഹത്തെ പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് ബാബുരാജാണെന്ന് ഞാൻ പറയും. കാരണം മറ്റെല്ലാ കലാകാരന്മാർക്കും അവർ വായിക്കേണ്ട നൊട്ടേഷൻ മ്യൂസിക് ഡയറക്ടർ എഴുതി കൊടുക്കുകയാണ് പതിവ്. പക്ഷേ ഗുണസിംഗിൻ്റെ പോർഷൻ അതൊന്നും എഴുതി കൊടുക്കാറില്ല. അദ്ദേഹത്തിൻ്റെ മനോധർമ്മത്തിന് വിടുകയാണ് പതിവ്.